യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, പ്രഭാതത്തിൽ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടാൻ ഏതു വഴിയിലൂടെ നടക്കണമെന്നാണ് ഇന്ന് നാം ധ്യാനിക്കുന്ന വാഗ്ദത്ത വചനഭാഗം. അതായത് മുന്തിരിച്ചെടിയുടെ താഴ്ത്തണ്ട് ചേർന്ന് നിൽക്കുന്ന പോലെ നാം യേശുവിൻ്റെ ചേർന്ന് നിൽക്കണം. അങ്ങനെ ഞാൻ യേശുവിൻ്റെ ചേർന്ന് നിൽക്കുമ്പോൾ യേശു എന്നോടും ചേർന്ന് നിൽക്കും. അപ്പോൾ ഞാൻ ഭയങ്കര പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളൊക്കെ പുറപ്പെടുവിക്കും. എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്നിലുണ്ടാകും. അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ചോദിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും. ഒന്നോടെ അച്ഛൻ വചനം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ എന്നിൽ വസിക്കണം. നമ്മളാദ്യം ദൈവത്തിൽ വസിക്കണം. ദൈവത്തിൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കണം, വസിക്കണം. അപ്പോൾ എന്ത് ചോദിച്ചാലും കർത്താവ് തരും. പ്രിയമുള്ളവരെ, നമുക്ക് ഈശോയോട് ഇത് വെച്ചാണ് പ്രാർത്ഥിക്കാം. ഈ വചനത്തെ യോഗ്യതയാൽ എനിക്ക് എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുന്നത്? അവൻ നാമത്തിൽ ചോദിക്കണം, അവൻ്റെ വചനം എന്നിൽ നിറയണം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കർത്താവ് തരുന്ന വാഗ്ദത്തം എന്താ? ഇഷ്ടമുള്ള ചോദിച്ചോ, കർത്താവ് തരുമെന്ന്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അങ്ങനെ ആകണമെങ്കിൽ, എനിക്ക് ഇഷ്ടമുള്ള കിട്ടണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്: ദൈവവചനം വായിക്കണം, തുടർന്ന് ദൈവവചനം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആ വചനത്തെ യോഗ്യതയാൽ അവകാശപ്പെട്ട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. തമ്പുരാൻ, നീ എൻ്റെ പറഞ്ഞില്ലേ, ആ വചനത്തെ യോഗ്യതയാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് തരണം എന്ന് പറയണം. അതാണ് അവകാശപ്പെട്ട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചുമ്പോൾ കർത്താവ് നമുക്ക് തരും. എന്നാൽ പ്രിയമുള്ളവർ, അവൻ്റെ വാഗ്ദാനം എന്നിൽ നിറവേറ്റപ്പെടണം. നിങ്ങൾ വസിക്കണം, വാക്കുകൾ കേൾക്കണം, തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ ക്രിസ്തുവിൽ വസിക്കുക എന്നതിൻ്റെ അർത്ഥം നിലനിൽക്കുക, താമസിക്കുക. അത് ഈശോ പറയുന്ന ഉദാഹരണം എന്താണ്? ഒരു ശാഖയ്ക്ക് മുന്തിരിവള്ളിയുമായി ബന്ധം പോലെ യേശുവുമായിട്ട് നമുക്ക് ബന്ധം വേണം, നിലനിർത്തണം. അങ്ങനെ ബന്ധമാകുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലങ്ങളും നമുക്ക് നിറയണം. നമ്മുടെ ജീവിതത്തെ ഏറ്റവും ആവശ്യമായി തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ നിറയണം. അപ്പോൾ പ്രിയമുള്ളവരെ, ഏറെ സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥയായി മാറുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നിൽ നിറഞ്ഞുകൊണ്ട് നിന്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഈ മക്കളൊക്കെ നീ പ്രദാനം ചെയ്യണമേ. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൊണ്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറക്കരുത്, മുന്തിരിച്ചെടിയോട് ശാഖ ചേർന്ന് നിൽക്കുന്ന പോലെ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.